Hello everyone, this is Basil. Welcome to EduGarnet. EduGarnetന്റെ ഇംഗ്ലീഷ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൗ ടു ക്രാക്ക് ഇംഗ്ലീഷ് ഫോർ ബാങ്കിങ് എക്സാമിനേഷൻ. ഒരു ബാങ്കിങ് എക്സാമിനേഷന് എങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷ് ക്രാക്ക് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മളുടെ ബാങ്കിങ് എക്സാമിനേഷൻ്റെ ഹാർട്ട് ആൻഡ് സോൾ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് തന്നെയാണ്. കാരണം ഈ ഇംഗ്ലീഷ് നമുക്ക് മാത്സിലായാലും റീസണിങ്ങിലായാലും വായിച്ച് മനസ്സിലാവണമെങ്കിൽ അതിൽ ഇംഗ്ലീഷ് ഉണ്ടായിരിക്കണം. എങ്ങനെയാണ് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് എങ്ങനെയാണ് ബാങ്കിങ്ങിന് വേണ്ടി ഇംഗ്ലീഷ് പഠിക്കുന്നത്? ഞാൻ ഒന്നുകൂടി ആ വാക്ക് എടുത്തു പറയുന്നു, എങ്ങനെയാണ് ബാങ്കിങ്ങിന് വേണ്ടി ഇംഗ്ലീഷ് പഠിക്കുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, നമ്മൾ മല്ലു സ്റ്റുഡൻസിൻ്റെ ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ട് നമ്മൾ ഫേസ് ചെയ്യുന്നത്, നമ്മൾ +2 ഒക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഗ്രാജുവേഷന് ജോയിൻ ചെയ്യുമ്പോൾ, ഇപ്പോൾ നമ്മൾ ബിടെക്കൊക്കെയാണ് ജോയിൻ ചെയ്തിരിക്കുന്നതെങ്കിൽ നമുക്ക് +2 കഴിഞ്ഞാൽ പിന്നെ ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്റ്റ് നമുക്കവിടെ ഉണ്ടാവുന്നില്ല. അതായത് സബ്ജക്റ്റായിട്ട് ഈ ലാംഗ്വേജിനെ നമ്മളെടുത്ത് പഠിക്കുന്നില്ല. ഡിഗ്രി ആണെങ്കിലും ഫസ്റ്റ് ഇയറിൽ ഫസ്റ്റ് സെമ്മോ സെക്കൻഡ് സെമ്മിലോ ഒക്കെ മാത്രമേ നമുക്ക് ഇംഗ്ലീഷ് കാണാൻ പറ്റൂ. പിന്നെ നമ്മൾ കാണുന്നത് ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ് ബാങ്കിങ് എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ ഇംഗ്ലീഷ് കാണുന്നത്. അപ്പം നമുക്ക് ഒരു ബേസും അതിൽ ഉണ്ടാവില്ല. ഹാസ് ആണോ ഹാവ് ആണോ എന്ന് യൂസ് ചെയ്യുന്നത് പോലും നമ്മളവിടെ ഇങ്ങനെയൊക്കെ ആയിരിക്കും, ഐയുടെ കൂടെ ഹാവൊക്കെ ആയിരിക്കും എന്ന് ചിന്തിച്ചിട്ടായിരിക്കും ഒരാൾ ഇംഗ്ലീഷ് എക്സാമിനെ ആദ്യമായി കാണാൻ പോകുന്നത്. അപ്പോൾ എക്സാമിനേഷൻ പഠിക്കാൻ നേരത്ത് നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്നൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ, എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും ഷോർട്ട് കട്ട്സും ട്രിക്സും ഒക്കെ എടുക്കും. എന്നിട്ട് നമ്മൾ എക്സാം എഴുതാൻ പോകും. പക്ഷേ എക്സാം നമ്മൾ ക്രാക്ക് ചെയ്യത്തില്ല. അപ്പം എന്താണ് ബാങ്കിങ് എക്സാമിനേഷനും ബാക്കിയുള്ള എക്സാമിനേഷനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്ന് നമുക്ക് പറയാം. ബാങ്കിങ്ങിൻ്റെ ഇംഗ്ലീഷ് എക്സാമിനേഷന് ആദ്യം നമുക്ക് വേണ്ടത് ഫൗണ്ടേഷൻ കറക്റ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. അതായത് എപ്രകാരമാണോ നമ്മൾ ഒരു കേക്ക് നിർമ്മിക്കുന്നത്. ഇപ്പം നമ്മൾ കേക്ക് നിർമ്മിക്കുമ്പം ഒരു കേക്കിനകത്ത് സ്പഞ്ചുണ്ട്, അതിനകത്ത് നമ്മൾ ക്രീമൊക്കെ യൂസ് ചെയ്യും, അതിന് മുകളിൽ നമ്മൾ ടോപ്പിങ്സ് ഒക്കെ യൂസ് ചെയ്യും. ഈ മുകളിലെ ടോപ്പിങ്സ് ആണ് അതിലെ ഏറ്റവും അട്രാക്റ്റീവായ കാര്യം. അതായത് നമുക്ക് അത് കഴിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അതിലെ ഏറ്റവും ഭംഗിയുള്ള ഭാഗം എന്ന് പറയുന്നത് ഈ മുകളിലിട്ടിരിക്കുന്ന ടോപ്പിങ്സ് ആയിരിക്കും. ബെറീസ്, ചെറീസ് എല്ലാം അതിലവിടെ ഉണ്ടാവും. അപ്പോൾ ഈ റൈസിൻസ് ഒക്കെ കണ്ടിട്ട് നമ്മൾ പോയി ഈ കേക്ക് കഴിക്കും. അപ്പോൾ ഇതിലെ സ്പഞ്ച് ഗുണമില്ലെങ്കിൽ, അതായത് ബേസ് ഭാഗത്തിലെ ആ സ്പഞ്ചിന് ഹാർഡ്നെസ് കൂടുകയാണെങ്കിൽ ആ കേക്ക് ഒട്ടും ഡെലീഷ്യസ് ആയിരിക്കില്ല. ഇതുപോലെ തന്നെയാണ് ബാങ്കിങ് എക്സാമിനേഷൻ്റെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൻ്റെ കുറച്ച് ഷോർട്ട് കട്ട്സൊക്കെ അവിടെ നിന്ന് എവിടെയെങ്കിലും നിന്നൊരു വീഡിയോ കണ്ട് അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ പറഞ്ഞ് ഒരു കാര്യം കേട്ടിട്ട് നമ്മൾ എക്സാമിനെ ഫേസ് ചെയ്യാൻ പോകും. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇങ്ങനെയൊന്നും അല്ലായിരുന്നു പഠിക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്, അതാണ് നമ്മൾ ഈ സെഷനിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, നമുക്ക് PSC എക്സാമിനേഷൻസിന് അതല്ലെങ്കിൽ സാധാരണ എക്സാമിനേഷൻസിനൊക്കെ ഈ മേളിലത്തെ ആ ടോപ്പിങ്സ്, അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഓൾവേസ്, റെഗുലർലി, യൂഷ്വലി, സംടൈംസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അവിടെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത് എന്നുള്ളൊരു ഷോർട്ട് കട്ട്. അതല്ലെങ്കിൽ ഇപ്പം ലാസ്റ്റ് ഡേ എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ലാസ്റ്റ് വീക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത് എന്നുള്ളൊരു ഷോർട്ട് കട്ട്. അതല്ലെങ്കിൽ ഫില്ലർ ക്വസ്റ്റ്യനുകൾ ഡാഷ് കഴിഞ്ഞതിന് ശേഷം വാഹനത്തിൻ്റെ പേര് നേരിട്ട് വരികയാണെങ്കിൽ ബൈ ആണ് ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നൊരു ഷോർട്ട് കട്ട് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ജസ്റ്റ് എ ടോപ്പിക്സ്. അത് ഒരു ടോപ്പിംഗ് മാത്രമേ ആകുള്ളൂ. അത് ആവശ്യമുണ്ട് നമുക്ക്. എങ്ങനെയാണ് നമ്മുടെ ഫൗണ്ടേഷൻ കറക്റ്റ് ആവുകയാണെങ്കിൽ, ഫൗണ്ടേഷൻ കറക്റ്റായി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഈ ഷോർട്ട് കട്ട്സും ടിപ്സും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. പക്ഷെ അതിന് ആദ്യം വേണ്ടത്, നമ്മൾ കേക്കിൻ്റെ കാര്യം പറഞ്ഞ പോലെ, സ്പഞ്ച് നമ്മളെ കറക്റ്റ് ആയിരിക്കണം, അതായത് ഫൗണ്ടേഷൻ കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ എങ്ങനെയാണ് അത് നമ്മൾ കറക്റ്റ് ആക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഇംഗ്ലീഷ് സെഷനെ നമുക്ക് മൊത്തത്തിൽ 4 ഡിവൈഡ് ചെയ്യാം. ഇംഗ്ലീഷ് സെഷനെ 4 ഡിവൈഡ് ചെയ്യാം പഠിക്കാൻ വേണ്ടി. ഒന്ന് എന്ന് പറയുന്നത്, നമ്മൾ എങ്ങനെ ഒരു ലാംഗ്വേജ് പഠിക്കുന്നത്, എല്ലാ ലാംഗ്വേജും എങ്ങനെയാണ് പഠിക്കുന്നത്. അതായത് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന മലയാളത്തിലാണ്. ഈ മലയാളം നമ്മളുടെ മദർ ടങ്ങാണ്. എങ്ങനെയാണ് നമുക്ക് ഈ ലാംഗ്വേജ് കിട്ടിയത്? നമ്മൾ ആദ്യം തന്നെ പോയി ഹരിശ്രീ ഗണപതായ നമഃ എന്ന് പറഞ്ഞ് പഠിച്ചാണോ? അല്ല. ആദ്യം അമ്മ പറയുന്നത് നമ്മളോട് കേട്ട് നമ്മൾ ഇത് റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആദ്യം ബേസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് അമ്മ പറഞ്ഞു കേട്ടാണ് നമ്മൾ പഠിച്ചത്. നമ്മളുടെ ഇംഗ്ലീഷ് ഫൗണ്ടേഷൻ നമ്മൾ തുടങ്ങിയത് സ്കൂളിങ്ങിലാണ്. ആദ്യം ടീച്ചർ നമുക്ക് ABCD എഴുതി തന്നു, എന്നിട്ട് നമ്മളത് പഠിച്ചു. സോ നമ്മളുടെ ബേസേ അവിടെ പോയി.
അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി പിടിക്കാം. അപ്പോൾ ലിസണിങ്ങിന് ഇംഗ്ലീഷിൽ വളരെ ഇമ്പോർട്ടൻസ് ആണ്, എക്സ്പെഷ്യലി ബാങ്കിങ് എക്സാമിനേഷന്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മളെ ബാങ്കിങ് എക്സാമിനേഷൻസിൻ്റെ ക്വസ്റ്റ്യൻ പാറ്റേണിനകത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും സ്പോട്ടിംഗ് ദ എറർ എന്നൊക്കെ പറഞ്ഞ പാറ്റേൺ ക്വസ്റ്റ്യൻസ് ഉണ്ട്. സ്പോട്ടിംഗ് ദ എറർ എന്ന് പറഞ്ഞാൽ എന്താ? തന്നിരിക്കുന്ന ഒരു ഭാഗത്ത് എവിടെയെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായിരിക്കും. യു ഹാവ് ടു ഐഡൻറ്റിഫൈ എവിടെയാണ് ആ മിസ്റ്റേക്ക് എന്നുള്ളത്. ഇത് മനസ്സിലാക്കാൻ വേണ്ടി നമുക്കിവിടെ ഗ്രാമർ നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുമ്പം നമുക്ക് ഗ്രാമർ വെച്ച് നമ്മളെ ഹെൽപ്പ് ചെയ്യും, ആൻഡ് നമ്മളുടെ വൊക്കാബുലറി പാർട്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യും, ആൻഡ് നമ്മളുടെ റീഡിങ് സ്കിൽസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും, ലിസണിങ്ങും നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് നാലുമാണ് നമ്മളുടെ ഇംഗ്ലീഷിൻ്റെ കോർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു 4ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഒന്ന് ലിസണിങ്, ഒന്ന് റീഡിങ്, ഒന്ന് വൊക്കാബുലറി, ഒന്ന് ഗ്രാമർ. നമ്മളിത് 4ആയിട്ട് ഡിവൈഡ് ചെയ്തു എന്നെങ്കിലും നമുക്ക് ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. ഇതിനെല്ലാം ഈക്വൽ ഇമ്പോർട്ടൻസ് അവിടെയുണ്ട്. റീഡിങ് കോംപ്രിഹെൻഷൻസ് ചെയ്യുമ്പോൾ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് ഈ വൊക്കാബുലറി കിട്ടുക എന്നുള്ളതാണ്. അതിൽ നിന്ന് ഈ ഗ്രാമർ കിട്ടുക എന്നുള്ളതാണ് നമ്മളുടെ അടുത്ത ലക്ഷ്യം. അപ്പോൾ ഓരോ ടോപ്പിക്കുകൾക്കും അതിൻ്റേതായ പ്രാധാന്യങ്ങൾ നമുക്ക് അവിടെയുണ്ട്. ഇവിടെ നമ്മൾ നോക്കുന്നത് നമ്മളുടെ റീഡിങ്ങിനെ കുറിച്ച്, സ്പീക്കിങ്ങിനെ കുറിച്ച്, ലിസണിങ്ങിനെ കുറിച്ച് എങ്ങനെയാണ് നമ്മൾ ഇത് സെറ്റാക്കുന്നത്, നമ്മളുടെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾക്കിത് ഹെൽപ്ഫുൾ ആകുന്നത് എന്നുള്ള കാര്യമാണ്. നമ്മൾ പറഞ്ഞു നമ്മളുടെ ലിസണിങ് എങ്ങനെ നമുക്ക് ഈ ലിസണിങ് എന്ന് പറയുന്ന ഹാബിറ്റ് ഉണ്ടാക്കാമെന്നുള്ളത്. ലിസണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷ് പറയുന്നത് കേൾക്കുകയാണ്. ഒരാൾ ഇംഗ്ലീഷ് പറയുന്നത് നമ്മൾ കേൾക്കുകയാണ്. ഇത് കേൾക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഞാൻ നിങ്ങളോട് പറയാണ്, ഐ ഹാസ് എ ബൈക്ക്. എനിക്കൊരു ബൈക്ക് ഉണ്ട്. ഐ ഹാസ് എ ബൈക്ക്. When I was in a conversation with you, then I'm saying that I has a bike. Oh my God. കേൾക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നും? സംതിങ് ഫിഷി, സംതിങ് റോങ്. എന്തോ പ്രശ്നമുണ്ട്. എന്താ പ്രശ്നമെന്നൊന്നും മനസ്സിലാവുന്നില്ല. എന്തോ പ്രശ്നമുണ്ട്, പറഞ്ഞത് ശരിയല്ല എന്ന് മനസ്സിലായി. ഐ ഹാസ് എ ബൈക്ക് ഓർ ഐ ഹാസ് എ കാർ എന്നൊക്കെ നമ്മൾ പറയുമോ? ഇല്ല. ഇതെങ്ങനെ മനസ്സിലായി? നമ്മൾ ഗ്രാമർ സെഷനിൽ പഠിച്ചിരുന്നോ? ഐയുടെ കൂടെ ഹാവേ ഉപയോഗിക്കത്തുള്ളൂ എന്ന് നമ്മൾ പഠിച്ചോ? അല്ല, നമ്മൾ പലയിടത്തും ഇത് കേട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഹാവ് ആണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ പലപ്പോഴായി പല സാഹചര്യങ്ങളിൽ നിന്ന് കേട്ടിട്ടുണ്ട്. സോ ദ ഇമ്പോർട്ടൻസ് ഓഫ് ലിസണിങ് കംസ് ഹിയർ. ലിസണിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇതിന് നമ്മൾ ചെയ്യുന്ന മെത്തേഡുകൾ എന്ന് പറയുന്നത് നമ്മൾക്ക് കേൾക്കുക എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ കേൾക്കുമ്പം നമുക്കറിയാം ഈ പറയുന്ന സാധനത്തിൽ തെറ്റുണ്ടെങ്കിൽ തെറ്റുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. ഇതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ കൃത്യമായിട്ട് ഒരു ടോക്ക് ഷോ അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ് സീരീസുകളിൽ വരുന്ന സീരീസുകൾ ഇത് കണ്ടാലും മതി. നമുക്ക് ഇനി വിഷ്വലൈസേഷൻ മെത്തേഡ് കൂടി അവിടെ ഉപയോഗിക്കാൻ സാധിക്കും. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ്ഫ്ലിക്സ് സീരീസുകളിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളൊരു സീരീസാണ് ഫ്രണ്ട്സ് എന്ന് പറയുന്ന സീരീസ്. ഈ സീരീസിൻ്റെ പ്രത്യേകത ഇതിൽ നമ്മൾക്ക് കാണുമ്പം ഏറ്റവും എൻ്റർടൈൻമെൻറ്റ് കൂടി നമുക്കവിടെ കിട്ടും. എന്താ കാരണം? അല്ലെങ്കിൽ നമ്മൾ ആദ്യത്തെ ഒരു 2 ദിവസത്തിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ലിസണിങ് സ്കിൽസ് വേണം എന്ന് പറഞ്ഞ് ഇംഗ്ലീഷിൻ്റെ ഒരു പാരായണം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരികയാണ്. അല്ലെങ്കിൽ ഒരു ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി നടത്തുന്ന ഒരു സ്പീച്ച് എല്ലാ ദിവസവും കാണുമെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യത്തെ ഒരു ദിവസം കാണും, രണ്ടാമത്തെ ഒരു ദിവസം കാണും, മൂന്നാമത്തെ ദിവസം നമ്മൾ ഈ പരിപാടി അവസാനിപ്പിക്കും. ഇങ്ങനെ ഒരു ആരംഭ ശൂരത്വം നമുക്ക് കൂടുതലായിരിക്കും. അപ്പം നമുക്കത് അവസാനിപ്പിക്കാൻ പറ്റില്ല. ഇതൊരു കണ്ടിന്യൂവേഷൻ ഫ്ലോ ആണ്. ഇഫ് യു വാണ്ട് ടു ക്രാക്ക് ദിസ് എക്സാമിനേഷൻ, ഈ എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ കറക്റ്റ് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഡിറ്റർമിൻഡ് ആയിട്ട് ഈ എക്സാമിനെ ഫേസ് ചെയ്തേ പറ്റും. അതല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ എക്സാമിനേഷന് വേണ്ടി കൂടി പഠിക്കുകയാണ് എന്നാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ യു ഡോണ്ട് വാണ്ട് ടു തിങ്ക് അബൌട്ട് ദിസ്, യു കെൻ ഗോ ഫോർ അനദർ തിങ്. നമുക്ക് വേറൊരു കാര്യത്തിലേക്ക് തിരിക്കാം. ഈ ഒരു കാര്യം മുൻപോട്ട് പോകാൻ സാധിക്കില്ല. കാരണം ബാങ്കിങ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ ഡെഡിക്കേഷനോട് കൂടി മാത്രം വർക്ക് ചെയ്യുന്നവർക്ക് ഈ എക്സാമിനേഷൻ കിട്ടും. ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ആയാലും കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനുകളുടെ എല്ലാം പ്രത്യേകത ഏതാണ്? ഡെഡിക്കേഷൻ, ഡിറ്റർമിനേഷൻ, ഡിസിപ്ലിൻ. ഇത് 3 ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ 3 ദിവസം കൊണ്ടോ നിർത്താനല്ല നമ്മളൊരു സ്ട്രാറ്റജി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇത് എങ്ങനെ നിർത്താതിരിക്കണം എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മളുടെ ലിസണിങ് എന്ന് പറയുന്ന സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നമ്മളെ എൻഗേജ് ചെയ്യിക്കുന്ന നെറ്റ്ഫ്ലിക്സിലെ ഏതെങ്കിലും സീരീസുകൾ കാണുക. ഒരു ദിവസം ഹാർഡ്ലി 20 മിനിറ്റ്സ് നിങ്ങൾ അതിന് വേണ്ടി മാറ്റി വെക്കുക. 20 മിനിറ്റ്സ് മാറ്റി വെക്കുമ്പോൾ വൈ ഷുഡ് ഐ സജസ്റ്റ് ദിസ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് 5-6 കൂട്ടുകാർ ഒരുമിച്ച് ഇരുന്ന് സംസാരിക്കുന്ന ഒരു പാറ്റേൺ ആണ്. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ നമുക്കുണ്ടാവുന്ന സാഹചര്യങ്ങളെല്ലാം അവിടെ കാണിക്കും. അപ്പോൾ ഇത്
സബ് ടൈറ്റിൽ, നെറ്റ്ഫ്ലിക്സ് സീരീസിൻ്റെ മറ്റൊരു പ്രത്യേകത സബ് ടൈറ്റിലുകൾ കാണും. സബ് ടൈറ്റിലുകൾ ഇപ്പോൾ യൂട്യൂബിലെ എല്ലാ വീഡിയോസിലും ഉണ്ടാവില്ലേ എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. ഒരു പ്രശ്നമുണ്ട്. നെറ്റ്ഫ്ലിക്സിൻ്റെയും ആമസോണിൻ്റെയും സബ് ടൈറ്റിൽസ് മാത്രമാണ് ഗ്രാമാറ്റിക്കലി കറക്റ്റായിട്ടുള്ളത്. ബാക്കിയെല്ലാം ഗ്രാമർ തെറ്റാണ്. നമ്മൾക്ക് കൂടുതൽ ഗുണം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അത് ദോഷമായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് സബ് ടൈറ്റിലുകൾ ശ്രദ്ധിക്കുമ്പോൾ ഓർക്കുക, നെറ്റ്ഫ്ലിക്സ് ആമസോണൊക്കെ നമ്മൾ പ്രിഫർ ചെയ്യാവുള്ളൂ. അവിടെ നമ്മളെ ലൈഫിൽ ഉണ്ടാകുന്ന ഒരു കോൺവെർസേഷൻ, ഈ കോൺവെർസേഷനിൽ അവർ യൂസ് ചെയ്യുന്ന പാറ്റേൺ ആണ് ഫ്രേസസ്, വൊക്കാബ്സിലെ ഇഡിയംസ്, ഇതെല്ലാം യൂസ് ചെയ്യും. അവർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഫ്രേസസും നമ്മളുടെ ഇഡിയംസും ആണ്. ഇതേ സാധനങ്ങൾ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന വൊക്കാബുലറി പാർട്ടിൽ കാണും. നമ്മൾ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, ഇംഗ്ലീഷ് സെഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വൊക്കാബുലറി. ഈ വൊക്കാബുലറി പാർട്ടിൽ നമ്മൾ ഈ പറയുന്ന വേർഡ്സ് അവിടെ കാണും. അപ്പം നമുക്ക് ലിസണിങ്ങിൽ നിന്ന് അത് കിട്ടും. ദ വേ ദേ കോൺവേഴ്സ്, അവരെങ്ങനെയാണ് സംസാരിക്കുന്നത്, ഓരോ പുതിയ വാക്കുകൾ എന്താണ്. അപ്പം നമ്മളത് കാണുക കൂടി ചെയ്യുന്നത് കൊണ്ട് ഏത് സാഹചര്യത്തിലാണ് ഈ വാക്ക് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് ഗുണം എന്താ, നമ്മളൊരു കാര്യം കാണാപ്പാഠം പഠിക്കേണ്ട കാര്യം അവിടെ വരുന്നില്ല. ഒരു വാക്ക്, ഒരു വൊക്കാബുലറി, ഒരു വേർഡ് എടുത്ത് നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല. ബിക്കോസ് ഓൾറെഡി നമ്മളത് വിഷ്വലാവുകയാണ്. ഏത് സാഹചര്യത്തിലാണ് ഈ വേർഡ് ഉപയോഗിച്ചിരിക്കുന്നത്, എന്ത് സിറ്റുവേഷനിലാണ് ഈ വേർഡ് ഉപയോഗിച്ചിരിക്കുന്നത്, ഇനി നമ്മൾക്കത് പഠിക്കേണ്ട കാര്യമില്ല. സോ ഫ്രം ദ ഓപ്ഷൻസ് യു കൻ ഈസിലി ആൻസർ വെൽ. സോ വൊക്കാബുലറി ക്രാക്ക് ചെയ്യാനുള്ള ഒരു മെത്തേഡ് അവിടെ നമുക്ക് ലെസണിങ് ഹെൽപ്പ് ചെയ്തു. ഇനി ഞാൻ വേറൊരു കാര്യം പറഞ്ഞിരുന്നു, ഗ്രാമർ ടോപ്പിക്സിൽ നിന്ന് വന്ന സ്പോട്ടിംഗ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞു, അതും അവിടെ ഹെൽപ്പ് ചെയ്യും ലെസണിങ്. സോ ലെസണിങ്ങിന് ഒരു ദിവസം നിങ്ങൾ ഹാർഡ്ലി 20 minutes കൊടുക്കുക. എങ്ങനെയാണ് നിങ്ങൾക്ക് അതിൽ മാറ്റം ഉണ്ടാകുന്നത്, നിങ്ങളൊരു എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ വേണ്ടി പഠിക്കുമ്പോൾ മാറ്റങ്ങൾ വരുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് അവിടെ മനസ്സിലാകും. ഇനി നമുക്ക് വേണ്ടത് റീഡിങ് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നൊരു ടോപ്പിക് തന്നെ നമുക്കുണ്ട് ഇംഗ്ലീഷിൽ. അപ്പോൾ അതിന് നമുക്ക് ബേസായിട്ട് വേണ്ടത് റീഡിംഗ് ആണ്. റീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവിടെ ശ്രദ്ധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ വായിക്കുമ്പോൾ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ടത് ദ ഹിന്ദു ന്യൂസ് പേപ്പറിനാണ്. എന്തുകൊണ്ടാണ് ദ ഹിന്ദു ന്യൂസ് പേപ്പർ പ്രിഫർ ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ ബാങ്കിങ് എക്സാമിനേഷൻസിൻ്റെ 70% ക്വസ്റ്റ്യൻസും ദ ഹിന്ദു ആണ് അവർ ഫോളോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ദ ഹിന്ദു ഫോളോ ചെയ്യുന്നത് കൊണ്ട് ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടായിരിക്കും. വേർഡ്സ് ആയാലും വൊക്കാബ്സ് ആയാലും, ഇനി പാസേജ് കോംപ്രിഹെൻഷൻസിലായാലും, ഇനി അതല്ല നിങ്ങളുടെ പാരാജമ്പിൾസ് ആണെങ്കിലും, പല ഷഫ്ലിങ്ങിലും വരുന്ന പാറ്റേണുകളെല്ലാം ഇതിനു മുമ്പ് നിങ്ങൾ കണ്ടിട്ടുള്ളതായിരിക്കും. അപ്പോൾ ഒരിക്കൽ പരിചിതമായ ഒന്നിനെ വീണ്ടും എക്സാം ഹോളിൽ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഈ അഡ്വാൻറ്റേജ് കിട്ടുന്നതിന് വേണ്ടിയാണ് ഹിന്ദു തന്നെ ഞാൻ പ്രിഫർ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം ഇനിഷ്യലി ചെന്നിട്ട് ഹിന്ദു ന്യൂസ് പേപ്പർ വായിക്കുക എന്നുള്ളതല്ല അതിലെ പ്രധാനപ്പെട്ട കാര്യം. അതായത് നിങ്ങൾ നന്നായി വായിക്കുന്ന ഒരാളാണ് എന്ന് വിചാരിക്കുക. നന്നായി വായിക്കുന്ന റീഡിങ് നിങ്ങൾക്ക് ഒരു ഹാബിറ്റ് ആണെങ്കിൽ ദെൻ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഹിന്ദു ന്യൂസ് പേപ്പർ വായിച്ച് തുടങ്ങിക്കോളൂ, കുഴപ്പമില്ല. പക്ഷേ ഇതുവരെ വായിക്കാത്ത ഒരാൾ വായിക്കാൻ വേണ്ടി ആദ്യമേ ഹിന്ദു ന്യൂസ് പേപ്പർ എടുത്ത് വായിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 1-2 ദിവസം കൊണ്ട് ഈ പരിപാടി നമ്മൾ അവസാനിപ്പിക്കും. അപ്പോൾ പിന്നെ നമ്മൾ എന്തോ ചെയ്യും, അതാണ് അടുത്ത നമ്മൾ നോക്കുന്നത്. നമ്മൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്തുമായിക്കോട്ടെ, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റാണ് ഇഷ്ടമെന്ന് വെച്ചോ. ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം പൊളിറ്റി എന്ന് പറയുന്ന സബ്ജക്റ്റാണ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആണ് നിങ്ങൾക്ക് ഇഷ്ടം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം ഫിസിക്സ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം കെമിസ്ട്രിയാണ്, വോട്ടെവർ ഇറ്റ് മേ ബി, ഏത് സബ്ജക്റ്റാണോ നിങ്ങൾക്ക് ഇഷ്ടം ആ സബ്ജക്റ്റിൻ്റെ NCERTയുടെ ടെസ്റ്റ് ഒന്ന് എടുത്ത് വായിച്ചു നോക്കുക. ഇനി അതും ഇഷ്ടമല്ല എന്ന് വിചാരിക്കുക, ഇഷ്ടമുള്ളൊരു കഥാപുസ്തകം എടുത്ത് വായിക്കുക. ഈ കഥാപുസ്തകം വായിക്കുന്നതിന് വലിയ വിഷമമൊന്നും ഉണ്ടാവില്ല. നമുക്ക് വായനയെ നമ്മളൊരു ശീലമാക്കുക. ഈ വായനയെ ശീലമാക്കിയതിനു ശേഷം പതുക്കെ നമുക്ക് എന്തിലേക്ക് പോകാൻ സാധിക്കും, നമ്മളുടെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ന്യൂസ് പേപ്പേഴ്സിലെ ഹിന്ദു ന്യൂസ് പേപ്പേഴ്സിലേക്കൊക്കെ പോകാൻ സാധിക്കും. അവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന ഗുണങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അതായത് ന്യൂസ് പേപ്പർ വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ വൊക്കാബുലറി ഓൾറെഡി ഇമ്പ്രൂവ്ഡ് ആകും. കാരണം നമ്മളിതെല്ലാം ചെയ്യുന്നത് വൊക്കാബുലറി ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തിലാണ്. ഇനി വായിച്ചു വരുമ്പോൾ നമുക്ക് അവിടെ കുറച്ച് വാക്കുകൾ കിട്ടും. ഇപ്പോൾ ഹൗ എവർ എന്നൊക്കെ പറയുന്ന വാക്കുകൾ അവിടെ കിട്ടും. ഈ ഹൗ എവർ എന്ന് പറഞ്ഞാൽ എന്താ, എന്നിരുന്നാലും. ഈ എന്നിരുന്നാലും എന്നുള്ള കോണ്ടസ്റ്റ് നമുക്ക് കിട്ടും. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇപ്പോൾ നമ്മൾ ഒരു ചീഫ് മിനിസ്റ്ററിനെ കുറിച്ചോ അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്ററിനെ കുറിച്ചോ ഫിനാൻസ് മിനിസ്റ്ററിനെ കുറിച്ചോ ഒക്കെ ഡിസ്കസ് ചെയ്യായിരിക്കും ന്യൂസ് പേപ്പറിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കോളമാണ് എഡിറ്റോറിയൽ കോളം എന്ന് പറയുന്നത്. അതായത് എഡിറ്റോറിയൽ കോളമാണ് ഒരു ന്യൂസ് പേപ്പറിൻ്റെ റിപ്പോർട്ടറിന് അല്ലെങ്കിൽ എഡിറ്ററിന് നമ്മളോട് കോൺവേഴ്സ് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി. അവിടെ ഹിന്ദു ന്യൂസ് പേപ്പറിനെ എടുത്തു നോക്കുകയാണെങ്കിൽ സൺഡേയിലൊക്കെ ആളുകളുടെ അഭിപ്രായങ്ങളും വരും. അപ്പോൾ ഒരു വ്യത്യസ്തമായ കാര്യങ്ങൾ വ്യത്യസ്ത വീക്ഷണത്തിലൂടെ ആളുകൾ സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാവും.
എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾക്ക് ആ സിറ്റുവേഷൻ കിട്ടാൻ വേണ്ടിയല്ല, അത് നമ്മളുടെ കറണ്ട് അഫയേഴ്സിൽ അത് ഹെൽപ്പ് ചെയ്യും. ഇതെല്ലാം ഞാൻ ഇംഗ്ലീഷ് സെഷനെ കുറിച്ച് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ബാങ്കിങ്ങിലെ നിങ്ങളുടെ കറണ്ട് അഫയർ സെഷനിൽ, GA സെഷനിൽ ഇതെല്ലാം നിങ്ങൾ അവിടെ ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഇംഗ്ലീഷ് ഹെൽപ്പ് ചെയ്യുന്ന കാര്യം എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ വാക്ക് കിട്ടുന്നത് ആക്ച്വലി ഹൗവർ എന്ന് പറയുന്ന അല്ലെങ്കിൽ കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള കൺജങ്ഷൻസ് കിട്ടുന്നത് നമുക്ക് ഗ്രാമർ ടോപ്പിക്കിൽ നമ്മൾ കൺജങ്ഷൻ എന്ന് പറയുന്ന ടോപ്പിക് എടുത്ത് പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പാറ്റേൺ ആണ്. ഈ സാധനം വായനയിലൂടെ നമുക്ക് മനസ്സിലാവും ഇത് ഏത് സാഹചര്യത്തിലാണ് ഉപയോഗിക്കുന്നത്. എന്നിരുന്നാലും ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇവർക്ക് ഇങ്ങനെയൊക്കെ കുറേ ഗുണങ്ങളുണ്ട്. അല്ലെങ്കിൽ ബട്ട് എന്ന് പറയുന്നൊരു കൺജങ്ഷൻ, ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ വിപരീതമായൊരു കാര്യമാണ് നമ്മൾ ബട്ടിൽ ഉപയോഗിക്കുന്നത്. ബട്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇത്രയും നേരം നമ്മളൊരു പോസിറ്റീവായൊരു കാര്യമാണ് പറയുന്നതെന്ന് വെച്ചോ. അതായത് പാസേജ് കോംപ്രിഹെൻഷനിലെ നമ്മുടെ മൂഡ് എന്ന് പറയുന്നത് പോസിറ്റീവായൊരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ കാര്യം ഒരു നെഗറ്റീവായൊരു കാര്യം പറയണമെങ്കിൽ ബട്ട് എന്ന് പറയുന്ന ഗ്രാമർ ടോപ്പിക്കിലെ കൺജങ്ഷൻ ഉപയോഗിച്ചിട്ടായിരിക്കും അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പിന്നീട് പറയാൻ പോകുന്ന കാര്യം നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യമായിരിക്കും. നെഗറ്റീവായൊരു കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നതെങ്കിൽ ഈ ബട്ട് എന്ന് പറയുന്നൊരു കൺജങ്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് എന്തായിരിക്കും? പോസിറ്റീവായൊരു കാര്യമായിരിക്കും. ഇനി ആൻഡ് എന്ന് പറയുന്ന ഒരു കൺജങ്ഷൻ ആണ് ഉപയോഗിക്കുന്നതെങ്കിലോ, വാട്ട് യു മീൻ ബൈ കൺജങ്ഷൻ? യു ആർ ഫെമിലിയർ വിത്ത് ദാറ്റ്. കൺജങ്ഷൻ മീൻസ് ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ദാറ്റ് യു ക്യാൻ കണക്ട്. ഇഫ് യു വാണ്ട് ടു കണക്ട് is two sentences, so if you want to connect two words you can add this word conjunction. So ഈ കൺജങ്ഷൻ ആൻഡ് എന്ന് പറയുന്ന കൺജങ്ഷൻ ആണെങ്കിൽ പോസിറ്റീവായൊരു കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെങ്കിൽ വീണ്ടും പോസിറ്റീവായൊരു കാര്യമായിരിക്കും പറയുന്നത്. ഈക്വൽ സ്റ്റേറ്റസ് വരുന്ന കാര്യങ്ങളായിരിക്കും സംസാരിക്കുന്നത്. പക്ഷേ ബട്ടിൻ്റെ പ്രത്യേകം നമ്മൾ പറഞ്ഞു കോൺട്രാസ്റ്റിംഗ് ആയ കാര്യമായിരിക്കും. ഇത് നമ്മളെ എവിടെ ഹെൽപ്പ് ചെയ്യും? ഇത് നമ്മൾ ന്യൂസ് പേപ്പർ വായിച്ചുകൊണ്ട് നമുക്ക് കിട്ടുന്നൊരു പാറ്റേൺ ആണ്. ഇത് നമ്മളെ എവിടെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഇത് നമുക്ക് പാസേജ് കോംപ്രിഹെൻഷൻ ഉണ്ട്. പാസേജ് കോംപ്രിഹെൻഷനിലെ പ്രശ്നം എന്താണ്? പാസേജ് കോംപ്രിഹെൻഷൻ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ചില വാക്കുകൾ നമ്മൾ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടായിരിക്കില്ല. വാട്ട് ഷുഡ് വി ഡു? ക്യാൻ വി ഗീവ് അപ്പ്? നമുക്ക് ഗീവ് അപ്പ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, നമുക്ക് ഗീവ് അപ്പ് ചെയ്യാൻ സാധിക്കുകയില്ല. നമ്മളവിടെ ചെയ്യുന്ന പാറ്റേൺ എന്ന് പറയുന്നത് ഗിവ് അപ്പ് ചെയ്യാൻ സാധിക്കാൻ നമുക്ക് പറ്റില്ല. നമുക്ക് എന്തായാലും കണ്ടിന്യൂ ചെയ്തേ പോയാൽ പറ്റൂ. ഇതുപോലുള്ള വാക്കുകൾ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതായത് നമുക്ക് പാസേജിൻ്റെ ടോൺ എന്താണ് എന്ന് മനസ്സിലാവും. ഓതർ ഏത് രീതിയിലാണ് ചിന്തിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. കാരണം ഈ വാക്കുകൾ തരുന്ന ഒരു സിറ്റുവേഷൻ എന്താണ് എന്നനുസരിച്ച് അതൊരു നെഗറ്റീവ് വേർഡാണോ അതോ ഒരു പോസിറ്റീവ് വേർഡാണോ, ഏത് സാഹചര്യവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ വേർഡ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവും. ഇത് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്നും കോംപ്രിഹെൻഷൻസ് ആൻസർ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇനി പാരാജംബിൾസ്, സെൻറ്റൻസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ചെയ്യുന്ന പാറ്റേണുകളാണ് പാരാജംബിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പാരാജംബിൾസിലെ പാരഗ്രാഫിൻ്റെ സെനാരിയോ എങ്ങനെയാണ് പോകുന്നത്, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് മുൻപോട്ട് പോകുന്നത് എന്നെങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? ഇത് തിരിച്ചറിയാൻ നമുക്ക് ഹെൽപ്ഫുള്ളാണ് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ വാക്കുകൾ. ഈ വാക്കുകൾ ഉപയോഗിച്ച് നമുക്ക് കണക്ഷൻസ് ഉപയോഗിക്കാൻ സാധിക്കും. ഈ പറയുന്ന സെൻറ്റൻസുകളുടെ പാറ്റേണുകൾ എങ്ങനെയാണ് പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും. ഇതിനെല്ലാം റീഡിങ് വളരെ മാൻഡേറ്ററിയാണ്. അപ്പോൾ ഒരു ദിവസം നമ്മൾ ഏറ്റവും കൂടുതൽ സമയം റീഡിങ്ങിനും നമ്മൾ നൽകണം എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അടുത്ത നമുക്ക് പ്രധാനപ്പെട്ട പാറ്റേണിനകത്ത് വരുന്ന ഒന്നാണ് വൊക്കാബുലറി. വൊക്കാബുലറി കിട്ടുക എന്നുള്ള ലക്ഷ്യത്തോടെയായിരുന്നു ബാക്കി രണ്ട് കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തത്. വൊക്കാബുലറിയിൽ നിന്ന് നമുക്ക് വരുന്ന ക്വസ്റ്റ്യനുകൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു. സിനോണിംസ്, ആനോണിംസ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ്, ഫ്രേസൽ വെർബ്സ്, ദെൻ ഇഡിയംസ് ആൻഡ് ഫ്രേസസ്. ഇങ്ങനെയുള്ള പാറ്റേണുകളിൽ നിന്ന് സ്ഥിരമായ ചോദ്യങ്ങൾ വരും. ഈ പാറ്റേൺ ചോദ്യങ്ങൾ ക്രാക്ക് ചെയ്യണമെങ്കിൽ വൊക്കാബുലറി നമുക്ക് ഇമ്പ്രൂവ് ചെയ്യണം. ഈ വൊക്കാബുലറി ഇമ്പ്രൂവ് ചെയ്യാനുള്ള രണ്ട് മെത്തേഡുകൾ ലിസണിങ്ങിലും റീഡിങ്ങിലും നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾക്ക് എങ്ങനെയൊക്കെയാണ് വൊക്കാബുലറികൾ കണക്ട് ചെയ്ത് വെക്കാൻ സാധിക്കുന്നത് എന്നുള്ളൊരു മെത്തേഡ് കൂടി ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതിന് മുമ്പ് വൊക്കാബുലറി പഠിക്കാനുള്ള ഏറ്റവും നല്ല ഒരു പുസ്തകത്തെ ആദ്യം നമുക്ക് പരിചയപ്പെടാം. ഈ പുസ്തകമാണ് വേർഡ് പവർ ഈസി. നോർമൻ ലെവിൻസിൻ്റെ ഏറ്റവും മികച്ചൊരു ബുക്കാണ് വേർഡ് പവർ മെയ്ഡ് ഈസി. ഈ പുസ്തകത്തിൻ്റെ ഗുണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പുസ്തകം നമുക്ക് കുറച്ച് വിഷ്വലൈസേഷൻ കണക്റ്റിംഗ് ട്രിക്സ് പറഞ്ഞു തരും. അതായത് വൊക്കാബുലറി പഠിക്കാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. കുറച്ച് ട്രിക്സ് ആൻഡ് ടിപ്സ് ആ പുസ്തകം വായിക്കുന്നതോടെ നമുക്ക് കിട്ടും. ഓൾറെഡി റീഡിംഗ് എന്ന് പറയുന്നത് നമ്മളുടെ ഹാബിറ്റ് ആക്കേണ്ട കാര്യമാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഹാബിറ്റ് എന്ന വാക്കാണ് ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഹാബിറ്റിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ പറഞ്ഞ 4 കാര്യവും നിങ്ങളുടെ ഹാബിറ്റ് ആക്കണം. എന്താണ് ഹാബിറ്റിൻ്റെ പ്രത്യേകത? നമ്മുടെ പഠനം എന്ന് പറയുന്നത് ഹാബിറ്റ് ആക്കേണ്ട കാര്യമാണ്. നമ്മൾ രാവിലെ എഴുന്നേറ്റാൽ പല്ല് തേക്കും. എന്തൊക്കെ തിരക്കുകളുണ്ടെങ്കിലും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മൾ ഒരിക്കൽ പോലും ഇത് ഒഴിച്ചു കൂടൂല. അതായത് നമ്മളിതൊരിക്കലും അവോയ്ഡ് ചെയ്യില്ല. ഈ പറയുന്ന നമ്മൾ പല്ല് തേക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു ദിനചര്യയാണ്, ഡെയിലി റുട്ടീനാണ്. ഓക്കെ,
അതുപോലെ ആയിരിക്കണം ഈ പറയുന്ന നമ്മളുടെ ദിവസവും ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് ലിസണിങ്, റീഡിങ്, വൊക്കാബുലറി പഠനം. ഇത് എല്ലാ ദിവസവും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇത് എല്ലാ ദിവസവും ചെയ്താൽ മാത്രമേ നമ്മൾക്ക് എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ സാധിക്കൂ. ഒരു ദിവസം മിനിമം 5 ഇഡിയംസ്, 5 ഫ്രേസസ്, 5 സിനണിംസ്, 5 അനണിംസ്, 5 വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇത്രയും പഠിച്ചിരിക്കണം. ഇത് പഠിക്കുക എന്ന് പറയുന്നത് കുത്തിയിരുന്ന് 5 വാക്കുകൾ പഠിക്കുക എന്ന് അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഞാൻ പറഞ്ഞു ഇത് നമ്മളുടെ ഒരു ഹാബിറ്റ് ആക്കണം എന്നുള്ളത്. സോ ഹാബിറ്റ് ആക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന പാറ്റേണുകൾ എന്തൊക്കെയാണ്? ഹാബിറ്റ് ആക്കാൻ വേണ്ടി നമ്മളൊരു ക്രിയേഷൻ ഹാബിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ ഇരിക്കുന്ന സ്ഥലം, നമ്മൾ ആദ്യം പഠിക്കാൻ തുടങ്ങുമ്പോൾ, രാവിലെ എഴുന്നേറ്റ് നമ്മൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഇരിക്കുന്ന സറൗണ്ടിങ്സ്, നമ്മളുടെ സിറ്റുവേഷൻസ്, നമ്മൾ ഇന്ന് പഠിക്കുന്ന വാക്കുകൾ എഴുതി വെക്കുക. ഇത് നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു ദിവസം ചിലവഴിക്കുന്ന സ്ഥലം എവിടെയാണോ, സമയം എവിടെയാണോ, ആ സ്ഥലത്തായിരിക്കണം നമ്മളിത് എഴുതി വെക്കേണ്ടത്. ജസ്റ്റ് നിങ്ങൾ ഒരു പേപ്പർ എടുക്കുക. ഈ പേപ്പർ എടുത്തതിന് ശേഷം ഇതിൽ നമ്മളുടെ വേർഡ് എഴുതി വെക്കുക. ഈ പേപ്പേഴ്സിൻ്റെ പ്രത്യേകത അറിയാൻ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് കളേഴ്സിൽ കിട്ടും. ഈ കളറിന് നമ്മളുടെ കണ്ണുകളെ അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കും. നമ്മൾ നോട്ട് എഴുതുമ്പം, നിങ്ങളൊരു നോട്ട് മേക്കിങ്ങിനകത്ത് സെഷനിൽ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വട്ട് യു വാണ്ട് ടു ഡു ഈസ് യു ക്യാൻ യൂസ് ഡിഫറെൻറ്റ് തിങ്സ്. നാട്ടിൽ പച്ച, ചുവപ്പ്, കറുപ്പ്, നീല പല കളറും കിട്ടും. നമ്മുടെ നോട്ട്ബുക്കാണ്. സോ നമുക്ക് ഒരു പേജിൽ തന്നെ ഇഷ്ടമുള്ള കളറുകൾ ഉപയോഗിക്കാം. എത്ര ഡിഫറെൻറ്റ് കളേഴ്സ് ഉപയോഗിക്കാവോ അത്രയും ഡിഫറെൻറ്റ് കളേഴ്സ് ഉപയോഗിക്കാം. ഈ ഡിഫറെൻറ്റ് കളേഴ്സ് ഉപയോഗിച്ചാലുള്ള ഗുണം എന്താണ്? നമ്മൾ ഒരേ കളറിലാണ് എഴുതി പോകുന്നതെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് വായിക്കാനുള്ള ഇൻട്രസ്റ്റ് കുറവായിരിക്കും. ചെറിയ പുസ്തകങ്ങളാണെങ്കിൽ നമുക്ക് പിന്നീട് എടുത്ത് വായിക്കാനുള്ള ഇൻട്രസ്റ്റ് കുറവായിരിക്കും. വലിയ പുസ്തകങ്ങളാണെങ്കിൽ വീണ്ടും നമ്മളതെടുത്ത് വായിക്കും. അതുപോലെ ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള പേപ്പേഴ്സ് ഞാൻ കാണിച്ചു തന്നു. ഈ കളർ പേപ്പറുകൾ നമ്മൾ അതിൽ എഴുതി വേർഡ്സ് നമ്മളുടെ കൺമുമ്പിൽ, നമ്മൾ ഏറ്റവും കൂടുതൽ ഇരിക്കുന്ന സ്ഥലത്ത് ഒട്ടിച്ചു വെക്കുക. രാത്രിയാകുമ്പോഴേക്കും നമ്മൾ എത്ര തവണ ഈ വാക്കുകൾ കണ്ടിരിക്കും. ഈ കാണുന്നതിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. റിപ്പീറ്റ് ചെയ്ത് നമ്മളൊരു സാധനം കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. നമുക്ക് എന്താ ഗുണം? റിപ്പീറ്റ് ചെയ്തൊരു സാധനം കണ്ടുകൊണ്ടിരുന്നാൽ നമ്മളറിയാതെ നമ്മുടെ മൈൻഡിലേക്ക് ഈ വാക്കുകൾ വന്നിരിക്കും. ഇതാണ് വാക്കുകൾ പഠിക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു മെത്തേഡ് ഞാൻ ഒരു ബുക്ക് സജസ്റ്റ് ചെയ്തിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. അവിടെ യൂസ് ചെയ്യുന്ന കണക്റ്റിംഗ് മെത്തേഡ്സ്, അവിടുത്തെ കണക്റ്റിംഗ് മെത്തേഡ്സ്, വിഷ്വലൈസേഷൻ മെത്തേഡ്സ് എന്നൊക്കെ പറയുന്ന പാറ്റേൺ മെത്തേഡ്സ് ഉണ്ട്. പഠിക്കുന്ന ഒരു കാര്യം നമ്മൾ മനസ്സിൽ വിഷ്വൽ ചെയ്യുകയാണ്. ഇതാണ് വിഷ്വലൈസേഷൻ മെത്തേഡിൻ്റെ പ്രത്യേകത. നമ്മൾ ഫ്രേസസിനെ കുറിച്ച് പറഞ്ഞു. നിങ്ങൾക്ക് ഫ്രേസൽ വെബ്സിൻ്റെ ക്വസ്റ്റ്യൻസ് വരും എന്നുള്ള കാര്യം പറഞ്ഞു. ഈ സെഷൻ കാണുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു ഫ്രേസൽ വെബിനെ കുറിച്ച് ഞാൻ പറയാം. ഇത് ഫ്രേസൽ വെബ് ആണോ എന്ന് നിങ്ങൾക്കറിയുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ വേർഡ് നിങ്ങൾക്കറിയാം. ബ്രേക്ക് അപ്പ്. ദിസ് ഈസ് ദ ഫ്രേസൽ വെബ്. ബ്രേക്ക് അപ്പ്. യു ആർ ഫെമിലിയർ വിത്ത് ദാറ്റ്. എല്ലാവർക്കും ഈ വേർഡ് അറിയാം. ഏത് സാഹചര്യത്തിലാണ് നമ്മൾ ബ്രേക്കപ്പ് ഉപയോഗിക്കുന്നത്? നമ്മളുടെ പ്രണയം അല്ലെങ്കിൽ നമ്മളുടെ മാരേജ് നമ്മൾ വേണ്ട എന്ന് വെക്കുകയാണ്, തകരുകയാണ്. ദെൻ വി യൂസ് ബ്രേക്കപ്പ്. ഞാൻ അവനോട് ബ്രേക്കപ്പ് ആയി, ഞാൻ അവളോട് ബ്രേക്കപ്പ് ആയി. ആൻഡ് ദിസ് ഈസ് ദ യൂസേജ്. സോ ബ്രേക്കപ്പ് മീൻസ് ഇറ്റ് ഈസ് എ ഫ്രേസൽ വെബ്. അത് എത്ര പേർക്ക് അറിയാമെന്നറിയില്ല, പക്ഷേ ഈ വേർഡ് നിങ്ങൾക്കറിയാം. ഇതെങ്ങനെ മനസ്സിലായി? നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള വേർഡാണ് ബ്രേക്കപ്പ്. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കാര്യമാണെങ്കിലും നമ്മുടെ പേഴ്സണൽ കാര്യമാണെങ്കിലും എല്ലാം നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് ബ്രേക്ക് അപ്പ്. സോ നമ്മളറിയാതെ നമ്മൾ ആ വേർഡ് പഠിച്ചു കഴിഞ്ഞു. ഏത് സാഹചര്യം? നമ്മൾ മലയാളത്തിൽ പറയും ലൈൻ പൊട്ടി എന്ന് പറയും, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് പോയി എന്ന് പറയും. ഇതാണ് ബ്രേക്കപ്പ്. ദിസ് ഈസ് ബ്രേക്കപ്പ്. അതിൽ കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന ബ്രേക്കപ്പ് എന്ന് പറയുന്ന യൂസേജാണ്. സോ ഏറ്റവും കൂടുതൽ തവണ നമ്മൾ ഉപയോഗിച്ചതുകൊണ്ട് യു ഡോണ്ട് വാണ്ട് ടു സ്റ്റഡി ദാറ്റ് ബ്രേക്കപ്പ് മീൻസ് ദിസ് റിലേഷൻഷിപ്പ് എൻഡ് ചെയ്യാണ് എന്ന് നമ്മൾ പഠിക്കേണ്ട. അപ്പം നമുക്ക് ഓൾറെഡി ആ വേർഡ് അറിയാം. ഇതാണ് യൂസേജിൻ്റെ ഗുണം. ഏറ്റവും കൂടുതൽ തവണ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള ഒരു പാറ്റേൺ ആ വേർഡ് നമ്മൾ പഠിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ കണക്റ്റിംഗ് മെത്തേഡ് എങ്ങനെയാണെന്ന് കൂടി അതിനകത്ത് കാണിച്ചു തരാം. കണക്റ്റിംഗ് മെത്തേഡ് എന്ന് പറയുന്ന പാറ്റേൺ, ഇപ്പം നമുക്കൊരു ചെറിയ കഥ പറയാം. ഞാൻ എൻ്റെ ക്രഷിൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഞാൻ കാറിലാണ് പോകുന്നത്. സോ ഇമാജിൻ നമ്മൾ ഒരു കാറിൽ യാത്ര ചെയ്യുകയാണ്. ഈ കാറിൽ യാത്ര ചെയ്യുമ്പം എനിക്കിഷ്ടപ്പെട്ട കാർ ബ്ലാക്ക് കളറായിരിക്കും, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് റെഡ് ആണെങ്കിൽ ഓക്കെ യു ക്യാൻ ഗോ ഫോർ ദാറ്റ്. നമ്മുടെ മനസ്സിൽ കണക്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അവിടെ നമ്മൾ ബ്ലാക്ക് കാർ, റെഡ് കാർ എന്നീ പറയുന്ന കോമ്പിനേഷൻസിനകത്ത് നമ്മൾ പോവുകയാണ്. പോകുമ്പം അവിടെയുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിഷ്വൽ ചെയ്തിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് താഴെ കിടന്ന് എന്തോ സാധനത്തിൻ്റെ മുകളിൽ നമ്മുടെ വാഹനം കയറി. താഴെ കയറി എന്തോ വാഹനം ഇതിൻ്റെ മുകളിൽ കയറി. താഴെ എന്നുള്ളതിൻ്റെ പ്രിപ്പോസിഷൻ എന്താ? നമ്മൾ കുട്ടിക്കാലം പോലെ പഠിക്കുന്ന മുകളിൽ അപ്പ്, താഴെ ഡൗൺ. ഓക്കെ, അപ്പോൾ ഡൗൺ.
അപ്പോൾ നമ്മൾ പെട്ടെന്ന് ബ്രേക്ക് ഓടിക്കുമല്ലോ. സ്വാഭാവികമായിട്ടൊരു സാധനം വാഹനത്തിൻ്റെ മുകളിൽ കൂടെ കയറുമ്പോൾ നമ്മൾ ബ്രേക്ക് ഓടിക്കും. സോ ബ്രേക്ക് ഡൗൺ. എന്താ പ്രശ്നം? വാഹനം കേടായി. നമ്മുടെ വാഹനം കേടായി. അത് താഴെ ഈ സാധനത്തിലുള്ള മുകളിൽ കൂടെ കയറിയപ്പോൾ നമ്മളുടെ വാഹനം കേടായി. സോ ബ്രേക്ക് ഡൗൺ മീൻസ് ഒരു മെഷീൻ കംപ്ലൈൻ്റ് ആകുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ ക്രഷിൻ്റെ വീടിൻ്റെ അടുത്തോട്ട് പോയി. അവിടെ ചെന്നപ്പം അവിടെ ആരുമില്ല, വീട് പൂട്ടിയിട്ടേക്കുക. നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് അകത്ത് കയറണം. അകത്ത് എന്നുള്ളതിൻ്റെ പ്രപ്പോസിഷൻ എന്താണ്? എന്ന് പറയുന്നതാണ് അകത്ത് എന്നുള്ള പ്രപ്പോസിഷൻ. നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒന്നാണ്. സോ നമ്മൾ എങ്ങനെ അകത്ത് കയറും? പൂട്ടിയിട്ടേക്കുന്ന വീട് എങ്ങനെ ആയിരിക്കും അകത്ത് കയറുന്നത്? നമ്മൾ ലോക്ക് അടിച്ച് പൊട്ടിക്കും, ചില്ലടിച്ച് പൊട്ടിക്കും, അകത്ത് കയറും ആണല്ലോ. സോ ബ്രേക്ക് ഇൻ. ബ്രേക്കാണ് നമ്മുടെ കോർ വേർഡ്. ആ കോർ വേർഡിൽ നിന്നാണ് നമ്മളിത് നോക്കുന്നത്. ബ്രേക്ക് ഇൻ. ബ്രേക്ക് ഇൻ എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റർ ഇൻ ടു എ പ്ലേസ് വിത്ത് ഫോഴ്സ്. ഒരു സ്ഥലത്തേക്ക് അതിക്രമിച്ച് കയറുക എന്നൊക്കെ പറയും. എൻക്രോച്ച്മെൻറ്റ് എന്നൊക്കെ പറയും. അതിക്രമിച്ച് കയറുന്നതാണ് ബ്രേക്ക് ഇൻ. സാധാരണഗതിയിൽ ചെയ്യുന്ന ആരാ? തസ്കരന്മാരാണ്, കള്ളന്മാരാണ് ബ്രേക്ക് ഇൻ ചെയ്യുന്നത്. സോ ബ്രേക്ക് ഇൻ മീൻസ് നമ്മൾ അകത്തേക്ക് കയറി. ഇനി ക്രഷ് വന്നപ്പം ക്രഷ് നമ്മളോട് നമ്മൾ കള്ളനാണ് എന്ന് തെറ്റിദ്ധരിച്ചു, നമ്മളെ അക്യൂസ് ചെയ്തു. അക്യൂസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വേർഡ്. അക്യൂസ് മീൻസ് കുറ്റം ആരോപിക്കപ്പെടുക, പ്രതി എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ് അക്യൂസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ നമ്മളെ അക്യൂസ് ആക്കി. അങ്ങനെ നമ്മളോട് ബ്രേക്കപ്പ് പറഞ്ഞു, ബ്രേക്ക് അപ്പ്, റിലേഷൻഷിപ്പ് നിർത്തി. സോ വി കണക്റ്റഡ് ദിസ് വേർഡ്. ഡിഡ് വി സ്റ്റഡി ദാറ്റ് ബ്രേക്കപ്പ് മീൻസ് റിലേഷൻഷിപ്പ് എൻഡ് ആവുക, ബ്രേക്ക് ഇൻ മീൻസ് എൻ്റർ ബൈ ഫോഴ്സ്, ഓർ ബ്രേക്ക് ഡൗൺ മീൻസ് ഒരു മെഷീൻ കംപ്ലൈൻ്റ് ആകുക? നോ, നമ്മൾ പഠിച്ചതല്ല. നമ്മൾ ആ സിറ്റുവേഷൻസ് വെച്ച് സിങ്ക് ചെയ്തെടുത്താണ്. ദിസ് ഇസ് വിഷ്വലൈസേഷൻ ആൻഡ് കണക്റ്റിംഗ് മെത്തേഡ്. യു ക്യാൻ ഫോളോ ദിസ് മെത്തേഡ്. ഇറ്റ് വിൽ ഇംപ്രൂവ് യുവർ വൊക്കാബുലറി സ്കിൽ. ഇനി നമ്മൾ പറഞ്ഞു ഒരു കാര്യം, ഒരു വേർഡ് പഠിക്കണമെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്താൽ ആ വേർഡ് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം നമുക്ക് പറഞ്ഞു. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാഹനം അല്ലെങ്കിൽ ഒരു മെഷീൻ എല്ലാം കംപ്ലീറ്റ് ആവുന്നതിന് നമ്മൾ പറയുന്ന വേർഡാണ് എന്ത്? ഈ ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത്. നിങ്ങൾ പഠിത്തമൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവുക. അമ്മ ദോശയും സാമ്പാറും തരാമെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ പറഞ്ഞു വേണ്ട, എനിക്ക് ദോശയും ചമ്മന്തിയും മതി എന്ന് പറഞ്ഞു. ഇങ്ങനെ ചമ്മന്തിയൊക്കെ കാത്തിരുന്ന് നമ്മൾ ചെല്ലുമ്പോൾ അമ്മ ദാ വീണ്ടും സാമ്പാർ എടുത്ത് വെച്ചു. നമ്മൾ ചോദിച്ചു എന്ത് ചമ്മന്തി എന്തേ? അയ്യോ അത് മിക്സി കംപ്ലൈൻ്റ് ആയിപ്പോയി എന്ന് അമ്മ പറയാം. അപ്പോൾ നമ്മൾ അമ്മ മിക്സി കംപ്ലൈൻ്റ് ആയതല്ല, മിക്സി ബ്രേക്ക് ഡൗൺ ആയതാണ്. മിക്സി ബ്രേക്ക് ഡൗൺ ആയതാണ്. വാട്ട് ഇറ്റ് മീൻസ്? ഒരു മെഷീൻ കംപ്ലൈൻ്റ് ആണ്. നമ്മൾ നമ്മളുടെ മനസ്സിനോട് പറഞ്ഞു പഠിപ്പിക്കുകയാണ്. സി ദിസ് ഈസ് എ യൂസേജ്. വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കാം അവിടെ. അതായത് നമ്മൾ നേരത്തെ ഒരു പഠിച്ച വേർഡാണ് ബ്രേക്കപ്പ്. ഓൾറെഡി യു ആർ ഫെമിലിയർ വിത്ത് ദാറ്റ്. നമുക്ക് ഫ്രേസൽ വെർബ്സിൽ വേറെ ചോദിക്കുന്ന ഒരു വേർഡാണ് പുട്ട് അപ്പ് വിത്ത്. പുട്ട് അപ്പ് വിത്ത് മീൻസ് ടോളറേറ്റ്. സഹിക്കാൻ പറ്റില്ല, ക്ഷമിക്കാൻ പറ്റില്ല എന്നൊക്കെയുള്ള കോൺസെപ്റ്റിൽ നമ്മൾ പറയുകയാണ്. സി പുട്ട് അപ്പ് വിത്ത് മീൻസ് സഹിക്കുക, ക്ഷമിക്കുക. ഇതെങ്ങനെ നമുക്കൊരു യൂസേജ് വയ്ക്കാം? എനിക്ക് നിന്നെ സഹിക്കാൻ വയ്യ. ഐ കാൺ പുട്ട് അപ്പ് വിത്ത് യു. ഐ കാൺ പുട്ട് അപ്പ് വിത്ത് യു. സോ ഐ വോണ്ട് ബ്രേക്കപ്പ്. എനിക്ക് ബ്രേക്കപ്പ് വേണം. എനിക്ക് നിന്നെ സഹിക്കാൻ വയ്യ. ഐ കാൺ പുട്ട് അപ്പ് വിത്ത് യു. ഐ വോണ്ട് ബ്രേക്കപ്പ്. സോ ദിസ് ഈസ് ദ യൂസേജ്. സോ ദിസ് വേ യു ക്യാൻ സ്റ്റഡി ദീസ് വേർഡ്സ്. നിങ്ങൾക്ക് വാക്കുകൾ പഠിക്കാൻ സാധിക്കും. വെൽ, സോ വൊക്കാബുലറി ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ വൊക്കാബുലറി പഠിക്കേണ്ട പാറ്റേൺസ് പറഞ്ഞു, കണക്റ്റിംഗ് മെത്തഡ്, വിഷ്വലൈസേഷൻ മെത്തഡ്, ആൻഡ് യു ക്യാൻ റീഡ് ദാറ്റ് ബുക്ക്. So it will improve your vocabulary skill. And next comes നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഗ്രാമർ. ഗ്രാമർ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മളുടെ കേക്കിൻ്റെ സ്പഞ്ച് പോലെയാണ് ഇംഗ്ലീഷ് സെഷൻസിൽ ഗ്രാമർ എന്ന് പറയുന്നത്. ഗ്രാമർ നമ്മൾ ബേസ് ആയിട്ട് സ്റ്റഡി ചെയ്യണം. അതായത് നമ്മളുടെ പാർട്സ് ഓഫ് സ്പീച്ചിൽ നിന്ന് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. സോ ദേ മേ നെവർ ആസ്ക് എ ക്വസ്റ്റ്യൻ ലൈക്ക് ദിസ്, what is a noun or what is a verb, what is an adjective? ഇങ്ങനെയുള്ള ചോദ്യമൊന്നും അവർ ചോദിക്കില്ല. But you have to be familiar with what is an adjective. Where do we use this an adjective? How can I identify an adjective? How can I identify a noun from a sentence? ഒരു സെൻറ്റൻസിൽ നൗൺ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് വേർബ് യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് അഡ്ജക്റ്റീവ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരിക്കണം. ഇതാണ് നമ്മൾ ആദ്യം ഒരു ടോപ്പിക് എടുത്ത് പഠിക്കുക എന്ന് പറയുന്ന ഗ്രാമറിലെ 8 പാർട്ട് ഓഫ് സ്പീച്ചുകളും നമ്മൾ ടോപ്പിക് വൈസ് ലിസൺ ചെയ്ത് പഠിക്കുക.
അങ്ങനെ പഠിച്ചാലുള്ള ഗുണം എന്ന് പറയുന്നത് എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ നമ്മളെ ഏറ്റവും ഹെൽപ്ഫുൾ ആക്കുന്ന ഒരു മെത്തേഡായിരിക്കും ഈ പറയുന്ന ഗ്രാമർ ടോപ്പിക്സ് പഠിക്കുന്നത് കൂടെ ഗ്രാമർ റൂളുകൾ ഉണ്ടായിരിക്കും. സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റ്. സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത്, സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഏത് പാർട്ട് ഓഫ് സ്പീച്ച് ആയിരിക്കും? സബ്ജക്റ്റ് മേ ബി ഈദർ എ നൗൺ ഓർ എ പ്രോനൗൺ. നൗൺ എന്താണ്, പ്രോനൗൺ ഏതാണെന്ന് എന്നറിയാത്ത കുട്ടി എങ്ങനെയാണ് സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ് പഠിക്കുന്നത്? സോ നമ്മൾ ഒരു പാറ്റേൺ പഠിക്കുമ്പം ഇവിടെ ഒരു ടോപ്പിക്കിൽ ജെറണ്ടാണ് വന്നിരിക്കുന്നത്, ജെറണ്ടിൻ്റെ കൂടെ സിംഗുലർ ആയിട്ടുള്ള വേർബേ വരത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ജെറണ്ട് എന്താണെന്ന് അറിയാത്ത ഒരു കുട്ടി എങ്ങനെയാണ് ബാങ്കിങ് എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യുന്നത്? നമ്മൾ ടോപ്പിങ്സ് പഠിക്കുക എന്നുള്ളൊരു പാറ്റേൺ ഞാൻ പറഞ്ഞു നേരത്തെ. എക്സാമിൻ്റെ ലാസ്റ്റ് ടൈമിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ടോപ്പിങ്സ്. ആദ്യമേ നമുക്ക് ഏറ്റവും അട്രാക്റ്റീവായിട്ട് വരുന്നത് എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ ടോപ്പിങ്സ് ആണ്. നമ്മൾ ഈ അട്രാക്റ്റീവ് ആയിട്ടുള്ള ടോപ്പിക്സ് മാത്രം പഠിക്കും. സ്പഞ്ച് വീക്കായിരിക്കും. അപ്പം നമുക്ക് എന്താ പ്രശ്നം ഉണ്ടാവുന്നത്? നമുക്ക് നന്നായി എക്സാം എഴുതാൻ പറ്റില്ല. കാരണം ജെറണ്ട് കണ്ടിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കാത്ത, തന്നിരിക്കുന്ന ഒരു വേർഡ് അഡ്ജക്റ്റീവ് ആണോ ആഡ്വേർബ് ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കാത്ത ഒരാൾക്ക് ഒരു എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഗ്രാമർ ടോപ്പിക്കിൽ കൃത്യമായി പഠിക്കണം എന്നുള്ള കാര്യം പറഞ്ഞത്. അതായത് 8 പാർട്ട് ഓഫ് സ്പീച്ചുകളിലും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സ്റ്റഡി ചെയ്യണം. സോ നമ്മൾ പ്രധാനമായിട്ടും എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യം ഡിസ്കസ് ചെയ്തു. ഇനി എങ്ങനെയാണ് ഒരു എക്സാമിനെ നമ്മൾ ഈ പറയുന്ന ടോപ്പിക്കുകൾ എത്തിക്കുന്നത് എന്നുള്ള കാര്യം കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിന് നമ്മൾ വേണ്ട കാര്യമെന്ന് പറയുന്നത് മോക്ക് ടെസ്റ്റുകൾ. എത്ര മോക്ക് ടെസ്റ്റുകൾ ചെയ്യാമോ അത്രയും മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക. എത്ര ക്വസ്റ്റ്യൻസ് ചെയ്യാൻ സാധിക്കുമോ അത്രയും ക്വസ്റ്റ്യൻസ് ചെയ്യുക. എന്താണ് അതിൻ്റെ ഗുണം? നമ്മളൊരു എക്സാമിലേക്ക് ചെല്ലുമ്പോൾ നമുക്കവിടെ ഒരു മോക്ക് ഉണ്ടാവും. ഒരു മോക്ക് എക്സാമിനേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജുകൾ എന്തൊക്കെയാണ് എന്നുള്ളത്. അതായത് നമുക്ക് ആകെ 3 മാർക്കോ 4 മാർക്കോ കിട്ടിയിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. നമുക്ക് പോയ മാർക്കുകൾ എവിടെയൊക്കെയാണ് എന്ന് നോക്കുക. ആ ടോപ്പിക്കുകൾ ഏത് ടോപ്പിക്കുകളിൽ നിന്നാണ്? പാരാജംബിൾസിൽ നിന്നാണ് എനിക്ക് പോയത്. പാരാജംബിൾസ് കണക്ട് ചെയ്തെടുത്ത് എനിക്ക് കിട്ടിയില്ല. വൊക്കാബുലറി പാർട്ടിൽ എനിക്ക് ഇഡിയംസിൽ നിന്ന് കിട്ടിയില്ല. ഇഡിയംസ് മാർക്ക് ചെയ്ത് വെക്കുക. എനിക്ക് വൊക്കാബുലറി പാർട്ടിൽ അനണിംസ് കിട്ടിയില്ല. എനിക്ക് ഗ്രാമറിൻ്റെ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റിലെ കോൺകോഡിലെ ആസ് വെൽ ആസിൻ്റെ യൂസേജ് കിട്ടിയില്ല. ആ പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ആസ് വെൽ ആസ് ആണ്, ദെൻ യു ജസ്റ്റ് മെൻഷൻ ആസ് വെൽ ആസ്. ആൻഡ് എനിക്ക് ആർട്ടിക്കിളിൽ നിന്നുള്ള ചോദ്യങ്ങൾ കിട്ടിയില്ല. യു ജസ്റ്റ് മെൻഷൻ ആർട്ടിക്കിൾ ദെയർ. ദാറ്റ് മീൻസ് ദ എ ആൻ കിട്ടുന്നില്ല എന്നുള്ളത്. സോ ഇങ്ങനെ 10 ചോദ്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ വീക്ക് പാർട്ട് ഏതാണ്? ഒരു എക്സാമിനേഷൻ റിപ്പീറ്റ് ചെയ്ത് ഫോളോ ചെയ്യുന്ന മെത്തേഡുകൾ ഏതൊക്കെയാണ്? എക്സാമിനറുടെ പാറ്റേണിങ് എങ്ങനെയാണ് പോകുന്നത്? ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഏത് വിഭാഗത്തിൽ നിന്നാണ് വരുന്നത്? ഇതെല്ലാം കൃത്യമായി നമുക്ക് മനസ്സിലാകും. അപ്പം നമ്മൾ ഓരോ ദിവസവും ഇത് പഠിക്കുന്നതിൻ്റെ കൂടെ ഈ മോക്ക് ചെയ്യുന്നതോടുകൂടി നമുക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ഭാഗത്താണ് ഞാൻ ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായി കിട്ടും. ഇനി ഞാൻ നേരത്തെ നിങ്ങളോട് ഗ്രാമർ ടോപ്പിക്കിൽ പറഞ്ഞു നൗൺ, പ്രോനൗൺ, അഡ്ജക്റ്റീവ്, ആഡ്വർബ്, കൺജങ്ഷൻ, പ്രിപ്പോസിഷൻ എന്നീ പറയുന്ന ഓരോ ടോപ്പിക്കുകളായിട്ട് നിങ്ങളെടുത്ത് പഠിക്കും എന്ന് നമ്മൾ പറഞ്ഞു. ഇത് ഓരോ ടോപ്പിക്കുകൾ പഠിച്ചതിന് ശേഷം ആ ടോപ്പിക്കിൻ്റെ ടെസ്റ്റുകൾ ചെയ്യുക. സോ നമ്മൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒന്ന് ആപ്പുകളിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഒരു ടോപ്പിക്ക് കഴിഞ്ഞതിന് ശേഷം ആ ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യങ്ങൾ വരും. ആ ചോദ്യങ്ങൾ മാത്രം എടുത്ത് ചെയ്യുക. ആ ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ചെയ്യാൻ കിട്ടുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ആ ചോദ്യങ്ങൾ നിങ്ങൾക്ക് തെറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ടോപ്പിക്ക് നിങ്ങൾ ക്ലാരിഫൈഡ് അല്ല, ആ ടോപ്പിക്ക് നിങ്ങൾ കൃത്യമായി പഠിച്ചിട്ടില്ല. അപ്പോൾ ആ ടോപ്പിക്ക് വീണ്ടും നമുക്ക് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. റിവിഷൻ. See the word, the revision, what it means. The word itself says that revision ഒന്നുകൂടി വിഷ്വൽ ചെയ്യുക. re. This is the base of a competitive examination. This is the base of a banking examination. Any examination. If you want to crack the examination, you want to do revision. നമ്മൾ എന്തൊക്കെ ട്രിക്സും എന്തൊക്കെ ടിപ്സും എന്തൊക്കെ സ്ട്രാറ്റജിയും ഉപയോഗിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിലും we all are humans. നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒന്നും അല്ല. നമ്മൾ ഹ്യൂമൻസ് ആണ്. മറന്നു പോകും എന്നുള്ളതൊരു ഫാക്റ്റാണ്. യു ഹാവ് ടു അഡ്മിറ്റ് ഇറ്റ്. നമ്മളത് അഡ്മിറ്റ് ചെയ്തേ പറ്റൂ. നമ്മളത് മറന്നു പോകും. സോ വാട്ട് ഡു യു വാണ്ട് ടു ഡു? റിവൈസ്. റിവിഷൻ 3 ദിവസം കഴിഞ്ഞ് 7 ദിവസം കഴിഞ്ഞ് 21 ദിവസം കഴിഞ്ഞ് 3, 7, 21. ദിസ് ഈസ് ദ സ്ട്രാറ്റജി. സോ ഒരു ടോപ്പിക്ക് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ 3 ദിവസം കഴിഞ്ഞ് ആ ടോപ്പിക്ക് ഒന്നുകൂടി എടുത്ത് റിവൈസ് ചെയ്യുക. അതല്ലെങ്കിൽ നമ്മൾ വീണ്ടും ഫ്രം ദ ഡ്രോയിങ്സ്, അതായത് ആദ്യം തൊട്ട് വീണ്ടും ചെയ്യേണ്ടി വരും. നിങ്ങൾ 1 മാസം കഴിഞ്ഞിട്ടാണ് ഈ ടോപ്പിക് നോക്കുന്നെങ്കിൽ യു ആർ നോട്ട് ഫെമിലിയർ വിത്ത് ദാറ്റ്. ആസ് വെൽ ആസിൻ്റെ യൂസേജ് എന്തായിരുന്നു? അല്ലെങ്കിൽ ആസ് വെൽ ആസ് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് സബ്ജക്റ്റിനെയാണ് കൺസിഡർ ചെയ്യേണ്ടത്, സെക്കൻഡ് സബ്ജക്റ്റിനെയാണ് കൺസിഡർ ചെയ്യുക. നമ്മൾ മറന്നു പോകും. We all are humans. So what do you want to do is 3 days, after 7 days you do your revision, after 21 days you do another revision. Then
നമ്മുടെ മനസ്സിലത് സെറ്റായിരിക്കും. സോ ഈ റിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും എടുത്ത് പഠിക്കുകയാണോ? അല്ല. റിവിഷൻ എന്താണ് പാറ്റേൺ ചെയ്യുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അതായത് ഒരു ടോപ്പിക് എടുത്ത് ആ ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യുക. ഇറ്റ് ഈസ് എ റിവിഷൻ. ആ ക്വസ്റ്റ്യൻസ് വീണ്ടും റിവൈസ് ചെയ്യുമ്പോൾ നമുക്ക് ആ റൂളുകൾ വീണ്ടും കിട്ടും. ക്വസ്റ്റ്യൻ്റെ ഡിസ്ക്രിപ്ഷനകത്ത് നമ്മൾ ആൻസർ ഡിസ്ക്രിപ്ഷനകത്ത് കൃത്യമായി മെൻഷൻ ചെയ്തിരിക്കും ഇവിടുത്തെ റൂൾ എന്താണ് പോകുന്നത്. സോ നമ്മൾ വീണ്ടും പഠിക്കുന്നതിന് തുല്യമാണ് ഈ റിവിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി കൃത്യമായി ഫോളോ ചെയ്തുകൊണ്ട് ബാങ്കിങ് എക്സാമിനേഷൻ്റെ ഇംഗ്ലീഷ് എക്സാമിനേഷൻ നമുക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഇംഗ്ലീഷ് എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യണമെങ്കിൽ അത് ടോപ്പിക്സ് മാത്രമല്ല നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത്. ഫ്രം എൻറ്റയർ വേൾഡ് യു വാണ്ട് ടു സ്റ്റഡി ലൈക്ക് ദിസ്. നമ്മൾ എല്ലാ സിറ്റുവേഷൻസും ഇതേപോലെ തന്നെ പഠിച്ച് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ക്രാക്ക് ഇംഗ്ലീഷ് സെഷൻ. സോ ബ്രേക്ക് എ ലെഗ്. വാട്ട് ഡു യു മീൻ ബൈ ബ്രേക്ക് എ ലെഗ്? Break a leg means it is an idiom. Best wishes. Thank you.